അസ്സലാമു അലൈക്കും. എൻ്റെ പേര് അബ്ദുൽ ഗഫൂർ, ചെറുകോടാണ് വീട്. എൻ്റെ ചോദ്യം തറാവീഹിലെ റക്അത്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇത് ചോദിക്കാണ്ടായ സാഹചര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ സംഘടനയിൽ തന്നെ ഉണ്ടായിരുന്ന ചില പണ്ഡിതന്മാരുടെയൊക്കെ പ്രഭാഷണങ്ങളിൽ തറാവീഹിൻ്റെ എണ്ണത്തിലൊന്നും കാര്യമല്ല, അതിൻ്റെ ഭംഗിയും അതിൻ്റെ ദൈർഘ്യവും ഒക്കെ നോക്കിയാൽ മതി എന്നുള്ള നിലക്കുള്ളൊരു വീഡിയോ ഒക്കെ കാണാനിടയായി. നമ്മുടെ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ റക്അത്തിൻ്റെ കാര്യത്തിലെ നിലപാട് എന്താണ്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മുജാഹിദ് പ്രസ്ഥാനം അതിൻ്റെ പ്രബോധന പ്രവർത്തനത്തിൻ്റെ ഭാഗമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയുടെ അടിസ്ഥാനത്തിൽ ഈ സമൂഹത്തോട് പറയുകയും പഠിപ്പിക്കുകയും ചെയ്തത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ രാത്രി നമസ്കാരം 11 റക്അത്തിൽ അധികമായിട്ടില്ല എന്നാണ്. ഇമാം ബുഖാരി അടക്കം ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് ഉദ്ധരിക്കുന്ന മകാൻ യസീദ് ഫി റമളാന വലാ ഫി ഗൈരിഹി എന്ന് തുടങ്ങുന്ന ഹദീസ്, അള്ളാഹുവിൻ്റെ റസൂൽ റമളാനിലാകട്ടെ അല്ലാത്ത കാലത്താവട്ടെ 11 റക്അത്തിലധികം അധികരിപ്പിച്ചിട്ടില്ല എന്ന ഹദീസിൻ്റെ അടിസ്ഥാനത്തിലാണ് രാത്രി നമസ്കാരം 11 റക്അത്താണ് എന്ന് നമ്മൾ പറയുകയും പഠിപ്പിക്കുകയും ചെയ്തത്. ഈ ഹദീസ് വ്യാഖ്യാനിച്ചുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പണ്ഡിതന്മാർ മാത്രമല്ല, പൂർവികരായ പണ്ഡിതന്മാരും അത് രേഖപ്പെടുത്തുകയും വ്യക്തമാക്കുകയും ചെയ്തതാണ്. ഈ ഹദീസ് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നുണ്ട്. അതേപോലെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിൻ്റെ കാലത്ത് തറാവീഹ് നമസ്കാരം പള്ളിയിൽ അദ്ദേഹം ഏകോപിപ്പിച്ചു എന്ന ഹദീസും ഇമാം ബുഖാരി കിതാബ് സലാത്തി തറാവീഹിൽ ഉദ്ധരിക്കുന്നുണ്ട്. ഈ ഹദീസിൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു എത്ര റക്അത്താണ് നിസ്കരിക്കാൻ കൽപ്പിച്ചത് എന്ന് ബുഖാരിയിലില്ല. അതിലെ എണ്ണത്തിനെ പറ്റി ചർച്ച ചെയ്യുമ്പോൾ ബുഖാരിയുടെ ഏറ്റവും പ്രബലമായ പ്രഗത്ഭമായ വ്യാഖ്യാന ഗ്രന്ഥമായ ഫത്ഹുൽ ബാരിയിൽ ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുല്ല ഈ വിഷയത്തിൽ വ്യത്യസ്തമായി വന്ന എണ്ണങ്ങളുടെ റിപ്പോർട്ടുകൾ ഉദ്ധരിക്കുന്നുണ്ട്. 11, 13, 15, 30, 36 എന്നൊക്കെയുള്ള എണ്ണങ്ങൾ ഉദ്ധരിച്ചതിന് ശേഷം അദ്ദേഹം പറയുന്നത് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞ എണ്ണമാണ് ശരിയായിട്ടുള്ളത്, മറ്റു റിപ്പോർട്ടുകളുമായി യോജിച്ച് വരുന്നത് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞ എണ്ണമാണ്. അതിനുശേഷം 23 എന്നൊക്കെയുള്ള ഹദീസുകളെ ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ദുർബലമാക്കുകയും ചെയ്യുന്നത് കാണാൻ കഴിയും. അപ്പോൾ ഇങ്ങനെ പൂർവികരായ പണ്ഡിതന്മാരും രാത്രി നമസ്കാരം 11 റക്അത്താണ് എന്ന് അംഗീകരിച്ചതാണ്. അപ്പോൾ റമളാനിലെ രാത്രി നമസ്കാരം അത് എത്ര മസന ഈരണ്ട് എന്നല്ലേ ഹദീസിലുള്ളത് എന്നൊക്കെയുള്ള ഹദീസുകളെ പഠിക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്ത പണ്ഡിതന്മാരാണ് ഇത് 11 റക്അത്താണ് എന്ന് പറഞ്ഞത്. ആ 11 റക്അത്ത് എന്ന നിലപാടിനോടാണ് മുജാഹിദ് പ്രസ്ഥാനം യോജിക്കുന്നത്. അതാണ് മുജാഹിദ് പ്രസ്ഥാനം ഇക്കാലം വരെ പറഞ്ഞതും പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ സ്ഥിരപ്പെട്ടതും. ഇതിൽ ആഡ് ചെയ്ത് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മളൊക്കെ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാരാണല്ലോ. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും 11 റക്അത്തിൽ കൂടുതൽ എന്നൊരു രീതിയിലേക്ക് നമ്മൾ പോകരുത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, യാതൊരു അഭിപ്രായ വ്യത്യാസം ഒരു മദ്ഹബിലെ ആളുകളുടെ കയ്യിലും ഇല്ലാത്തതാണെന്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ പറയുന്ന 11 നിസ്കരിച്ചിട്ടുള്ളൂ. 13 എന്ന ചില റിപ്പോർട്ടുകളുണ്ട്, അത് മറ്റു സുന്നത്തുകളെയും ചേർത്തുകൊണ്ടാണ് അത് വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ 11 എന്ന ഒരു റസൂലുള്ള നിസ്കരിച്ചതിനെ പറ്റി 11 എന്നുള്ളതിലേക്ക്, ആ വിധാനത്തിലേക്ക് നമ്മുടെ നാട്ടിലെ മുജാഹിദുകളായ മുഴുവൻ ആളുകളെയും അതുപോലെ അഹ്ലെ ഹദീസിൻ്റെ പ്രവർത്തകന്മാരെയൊക്കെ ആ ഒരു വിധാനത്തേക്ക് നമ്മൾ പറഞ്ഞ് പഠിപ്പിച്ച് അവർക്ക് ഹദീസ് ബോധ്യപ്പെടുത്തി നമ്മൾ കൊണ്ടുവന്നതാണ്. ആ കൊണ്ടുവന്നത് പിന്നെ നമ്മൾ അതിൽ നിന്ന് ഒരു താഴോട്ട് പോകുക എന്ന് പറയുന്നത് ഏറ്റവും അഭിപ്രായ വ്യത്യാസമില്ലാത്ത റസൂലുള്ള നിസ്കരിച്ചു എന്നുള്ളതിൽ നിന്ന് നമ്മൾ താഴോട്ട് പോകുന്നത് പോലെയാണ്. മദ്ഹബുകളിൽ 20 എന്ന് പറഞ്ഞ ആളുകളുണ്ട്, 36 എന്ന് പറഞ്ഞ ആളുകളുണ്ട്. ഈ 36 എന്ന് പറയുന്നവരും 20 എന്ന് പറഞ്ഞവരും ഒരിക്കലും ഇത് അള്ളാഹിൻ്റെ റസൂൽ 20 നിസ്കരിച്ചതെന്ന് അവർ പറയണില്ല. 36 എന്ന് പറഞ്ഞ മാലിക്കി മദ്ഹബ് അള്ളാഹുവിൻ്റെ റസൂൽ 36 നിസ്കരിച്ചു എന്ന് പറയണില്ല. മറിച്ച് അവരൊക്കെ പറയണത് ഉമർ ഖത്താബിൻ്റെ കാലത്ത് 20 നിസ്കരിച്ചിരുന്നു എന്ന് ഒരു വിഭാഗം, മറ്റൊരു കൂട്ടർ മദീനത്തുള്ള ആളുകൾ 36 നിസ്കരിച്ചതായിട്ടൊക്കെ അറിയുമെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നിൽക്കുന്ന വിധാനം അതിൻ്റെ ടോപ്പിലുള്ള ഏറ്റവും ഉയർന്ന വിധാനത്ത് വളരെ ക്ലാരിറ്റിയുള്ള ഒരു വിധാനത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ഒരിക്കലും ഈ അഭിപ്രായ വ്യത്യാസങ്ങളും പണ്ഡിതന്മാരുടെ ചില
പൊതുവായ ഹദീസിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ ആ വിധാനത്തിൽ നിന്ന് നേതാക്കളായ നമ്മൾ ഒരിക്കലും താഴോട്ട് വരരുത്. നമ്മുടെ കൂടെയുള്ള അനുയായികൾക്ക് നമ്മൾ ശരിക്ക് പറഞ്ഞു കൊടുക്കണം, അള്ളാഹിൻ്റെ റസൂല് എത്രയാണ് നിസ്കരിച്ചത്, അതേ ഞങ്ങൾ നിസ്കരിക്കണുള്ളൂ. ബാക്കിയുള്ള അഭിപ്രായ വ്യത്യാസവും കാര്യങ്ങളൊക്കെ അത് വേറെ. അള്ളാഹിൻ്റെ റസൂല് നിസ്കരിച്ചത് ഇത്രയേ ഉള്ളൂ, അതിലാർക്കും തർക്കമില്ല. ആ തർക്കമില്ലാത്തതിലാണ് നമ്മൾ നിൽക്കുന്നത്. വല്ലാഹു അലം.